കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്. ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോൾ റോഡിനോട് ചേർന്ന് തന്നെ ഡ്രൈനേജിന്റെ നിർമ്മാണവും നടക്കുന്നത് ദേശീയപാതയുടെ വീതി കുറയ്ക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. എന്നാൽ പരമാവധി വീതിയായ 10 മീറ്റർ റോഡിനുണ്ടാകുമെന്നും ഡ്രെയിനേജിന് മുകളിൽ കൂടിയാണ് റോഡ് കടന്നുപോകുന്നതെന്നും എംപി വ്യക്തമാക്കി. ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് ഡ്രെയിനേജ് നിർമ്മാണ രീതി ആശങ്കയ്ക്കിടയാക്കിയത്. നിലവിൽ വീതി കൂട്ടി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോൾ റോഡിനോട് ചേർന്ന് തന്നെ ഡ്രെയിനേജിന്റെ നിർമ്മാണവും നടക്കുന്നത് ദേശീയപാതയുടെ വീതി കുറയ്ക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. പരമാവധി വീതിയായ 10 മീറ്റർ റോഡിനുണ്ടാകുമെന്നും ഡ്രെയിനേജിന് മുകളിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നതെന്നും എംപി ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും ഉൾപ്പെടെ ചില ആക്ഷേപങ്ങൾ പറയുകയുണ്ടായി. ഈ നിലവിലുള്ള റോഡിൻ്റെ തൊട്ടുചേർന്ന് തന്നെ ഡ്രെയിനേജ് വരുമ്പോൾ റോഡിൻ്റെ വീതി കുറയുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നത്. എന്നാൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിലുള്ള വീതി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇടങ്ങളിൽ ഇപ്പോൾ 124 കിലോമീറ്ററാണ് കൊച്ചി മുതൽ മൂന്നാർ വരെ ഉള്ളത്. അതിൽ 40% മേഖലകളിലാണ് 10 മീറ്റർ വീതി നമുക്ക് ഉറപ്പ് വന്നിട്ടുള്ളൂ. ബാക്കി 60% മേഖലകളിൽ, പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള നേര്യമംഗലം പാലത്തിന് ശേഷമുള്ള മേഖലകളിലാണ്. അത് കൂടുതലും വനപ്രദേശങ്ങൾ ഉൾപ്പെടെ വരുന്നു. അവിടെയെല്ലാം 10 മീറ്റർ താഴെയാണ് അതിൻ്റെ നിലവിലുള്ള വീതി. അപ്പോൾ 10 മീറ്റർ വീതിയിൽ ടാർ ചെയ്യുക, ബാക്കി പേവ്ഡ് ഷോൾഡർ എന്നുള്ളതാണ് ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുമതി ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഒരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകം ഇതിന്റെ ഭാഗമായി നടക്കുന്നു. വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ 9656105158 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.